കഴിഞ്ഞ 1-2 ദിവസമായി അതിഗംഭീരമായി കോഴിക്കോട് ഒരു പുതിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിനെ വരവേൽക്കുകയാണ്. അതിൻ്റെ സന്തോഷത്തിലാണ് കഥയുടെ ഈ സെഷനിലേക്ക് കടക്കുന്നത്. മലയാള കഥയുടെ ഒരു വലിയ തലമുറയാണ് നമുക്ക് മുമ്പിലിരിക്കുന്നത്. അതിൻ്റെ സന്തോഷവും അഭിമാനവും പേടിയുമെല്ലാം ഇവരുടെ ഇടയിലിരിക്കുമ്പോൾ വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. 1967 ചലനം എന്ന കഥയിലൂടെ UK കുമാരൻ മലയാള സാഹിത്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞാൻ ജനിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് ഒരു 10-20 കൊല്ലം കൂടെ കഴിഞ്ഞാണ് ഞാൻ ജനിക്കുന്നത്. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാടേറെ മഹാരഥന്മാരെ കണ്ട നഗരമാണ് കോഴിക്കോട്. MDയെ കണ്ട, അതേപോലെ പൊറ്റക്കാടിനെ കണ്ട, ബഷീറിനെ കണ്ട, അങ്ങനെ മലയാള കഥയുടെ ഒരു വലിയ തലമുറ സർവപ്രതാപത്തോടും കൂടെ കോഴിക്കോട്ട് വാഴുന്ന കാലത്താണ് UK കുമാരനെ പോലെ ഒരാൾ കോഴിക്കോട്ട് നിന്ന് കഥയിലേക്ക് പ്രവേശിക്കുന്നത്. നാം ഇന്ന് കാണുന്ന ഒരു ഓഡിറ്റിങ്ങും ഒരു എഡിറ്റിങ്ങും ഇല്ലാത്ത സോഷ്യൽ മീഡിയ കാലം അന്നില്ല. നാം ഇന്ന് കാണുന്ന സെൽഫ് പബ്ലിഷിങ്ങിൻ്റെ സാധ്യതകൾ അന്നില്ല. ഒരെഴുത്തുകാരന് താൻ എഴുത്തുകാരനാണ് എന്ന സ്വയംബോധ്യം കൊണ്ട് മാത്രം നിലനിൽക്കാവുന്ന ഒരു പരിസ്ഥിതിയിലല്ല, അങ്ങേയറ്റം കോമ്പറ്റേറ്റീവായ ഒരു സാഹചര്യത്തിലാണ്, ചൂടിലാണ് കോഴിക്കോട്ട് UK കുമാരൻ തൻ്റെ വേരുറപ്പിക്കണം എന്ന ആഗ്രഹത്തോടുകൂടെ കഥാനിർമ്മിതി നടത്തുന്നത്. എൻ്റെ കഥയുടെ വേരും വളവും എന്ന ടോപ്പിക്ക് അങ്ങനെ തുടങ്ങാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സാന്ദർഭികമായി നാം ഇപ്പോൾ ഇരിക്കുന്നതും അതേ കോഴിക്കോട്ടാണ്. 55 കൊല്ലം മുമ്പ് മലയാള കഥയുടെ 133 വർഷത്തെ ചരിത്രത്തിൽ 55 കൊല്ലം UK കുമാരൻ്റെ കൊല്ലമായിരുന്നു എന്നുകൂടെ നാം അതിനെ കാണേണ്ടതുണ്ട്. 55 കൊല്ലം മുമ്പ് ഈ കോഴിക്കോട്ട് വേരുറപ്പിക്കാനുള്ള ആദ്യ ശ്രമം നടത്തിയ UK കുമാരൻ്റെ കുട്ടിക്കാലം ഞങ്ങൾക്ക് കേട്ടാൽ കൊള്ളാം എന്നുണ്ട്. പ്രിയപ്പെട്ട ലിജീഷ്, അതുപോലെ തന്നെ പ്രിയ സുഹൃത്തുക്കളായ ഐമൻ ജോൺ, PF മാത്യൂസ്, ഫ്രാൻസ് നൊറോണ, എൻ്റെ മുമ്പിലിരിക്കുന്ന, ഞാൻ എഴുതിത്തുടങ്ങുന്ന കാലം തൊട്ട് ഏറെ ആരാധനയുടെയും അതുപോലെ തന്നെ ഭീതിയോടെയും കണ്ടിരുന്ന എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരൻ കൂടിയായ മുകുന്ദേട്ടൻ, പ്രിയമുള്ളവരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നേരത്തെ ലിജീഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ എന്നെ സംബന്ധിച്ചിടത്തോളം എഴുത്തിന് ഒരു മാതൃക ഒരിക്കലും ഉണ്ടായിരുന്നില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ എഴുത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഞാൻ അതിന് ആരെയും കുറ്റപ്പെടുത്തുകയില്ല. അവർക്ക് എഴുത്ത് എന്താണെന്നോ സാഹിത്യം എന്താണെന്നോ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു കാലമായിരുന്നത്. അങ്ങനെയുള്ള അവസരത്തിൽ എങ്ങനെയോ എഴുത്തിലേക്ക് വന്നുപെട്ട ഒരാളാണ് ഞാൻ. ഇന്ന് ബഷീറിൻ്റെയും പപ്പേട്ടൻ്റെയും അതുപോലെ തന്നെ പിന്നീട് മുകുന്ദേട്ടൻ്റെയും പുനത്തിലിൻ്റെയും ഒക്കെ കഥകൾ വായിച്ചിട്ട് ഉള്ള ആവേശം, ഈ നിരന്തരമായ ഈ വായനയിലൂടെ ഞാൻ സ്വയം ചോദിക്കുകയായിരുന്നു, എന്തുകൊണ്ട് എനിക്കും ഇങ്ങനെയൊന്നും എഴുതിക്കൂടാ? അക്കാലത്ത് അങ്ങനെ ചോദ്യമുണ്ടാവുക എന്ന് പറഞ്ഞാൽ വളരെ അസ്വാഭാവികമായ ഒന്നാണെന്ന് കരുതുന്നൊരു കാലം കൂടിയാണത്. കാരണം ഇത് പറഞ്ഞാൽ ആർക്കും വിശ്വാസം വരികയില്ല. എങ്കിലും ആരുടെയും പ്രോത്സാഹനമോ പിന്തുണയോ ഇല്ലാതെ ഞാൻ എഴുതിക്കൊണ്ടേയിരുന്നു. പക്ഷേ എഴുതുമ്പോഴൊക്കെ തന്നെ എൻ്റെ മനസ്സിൽ എപ്പോഴും ആരുടെയും ഒരു സാന്നിധ്യം ഞാൻ അനുഭവിച്ചിരുന്നു. അതൊരു പക്ഷേ അപ്പുറത്ത് എന്നെ കേൾക്കുവാൻ ഒരാളുണ്ട് എന്നുള്ള തോന്നലാണ്. പക്ഷെ ഇന്നാരും തന്നെ സമ്മതിച്ചു തരാൻ തയ്യാറാവില്ല. കാരണം ഞാൻ പറയുന്നത് കേൾക്കുവാൻ ഒരാളുണ്ട് എന്നുള്ള തോന്നൽ കൊണ്ടാണോ നാം എഴുതുന്നത്, നമ്മളങ്ങനെ എഴുതി പോവുകയല്ലേ എന്നുള്ളൊരു ചോദ്യം പലരും ചോദിക്കാനിടയുണ്ട്.
പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്, ഞാൻ എന്ത് എഴുതുമ്പോൾ പോലും, ഇപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ പോലും എന്നെ കേൾക്കുവാൻ അപ്പുറത്ത് ഒരു സഹൃദയർ ഉണ്ട് എന്നുള്ള എൻ്റെ തോന്നലാണ്. അതുകൊണ്ട് ഓരോ വാക്കും ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷ്മമായി ഉപയോഗിക്കണമെന്ന് എൻ്റെ മനസ്സിൽ നിന്ന് ആരോ പറയുന്നു. അതേപോലെ തന്നെയാണ് കഥകൾ എഴുതുമ്പോൾ പോലും അങ്ങനെയൊരു തിരിച്ചറിവിലേക്ക് ഞാൻ വന്നെത്തിയിരുന്നു. എഴുതി കഴിഞ്ഞ ഉടനെ നേരെ ആർക്കെങ്കിലും അയച്ചു കൊടുക്കുക എന്ന ശീലം എനിക്കില്ല. മാത്രവുമല്ല, അന്നങ്ങനെ അയച്ചു കൊടുക്കണമെന്ന് പോലും അറിഞ്ഞിരുന്നില്ല. പിന്നീട് ഇങ്ങനെ മാതൃഭൂമിയിലെ കുട്ടേട്ടൻ ഒക്കെ വായിച്ചും അക്കാലത്തുള്ള സമകാലിക കഥകൾ വായിച്ചും ബഷീറിൻ്റെ കഥകളൊക്കെ വായിച്ചിട്ടാണ് ഇതൊക്കെ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കണം എന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ടാവുന്നത്. അപ്പോഴും ഞാൻ ആർക്കും അയച്ചു കൊടുത്തില്ല. കാരണം ഞാൻ എഴുതുന്നതൊന്നും കഥയല്ല എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. കാരണം കഥ എഴുതുമ്പോൾ അതിൻ്റെ ചില മാതൃകകൾ എൻ്റെ മനസ്സിലുണ്ടാകണം. ആ മാതൃകയുമായിട്ട് യോജിച്ചു പോകുന്ന ഒന്നും എനിക്ക് എഴുതാൻ കഴിയുന്നില്ല എന്ന് ഞാൻ ഓരോ പ്രാവശ്യവും തിരിച്ചറിഞ്ഞുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ എഴുതിയ കടലാസുകളൊക്കെ തന്നെയും ഞാൻ ഉപേക്ഷിക്കുകയായിരുന്നു. അതാരെങ്കിലും കാണിച്ചു കൊടുക്കണം എന്ന് പോലും എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ അധ്യാപകന് പോലും അറിയില്ല ഞാൻ എന്തെങ്കിലും എഴുതുന്ന കാര്യം. അത് കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ കോളേജിൽ എത്തിയപ്പോൾ ഞാൻ നോട്ടീസ് ബോർഡിൽ ഒരു പരസ്യം കാണുകയാണ്. ആ പരസ്യത്തിൽ കോളേജിലെ ഒരു കഥാമത്സരം നടത്തുന്നുണ്ട് യൂത്ത് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട്. ആ കഥകൾ അയക്കണം എന്നാണ് അതിലാവശ്യപ്പെടുന്നത്. ഇത് കണ്ടിൽ ഇതിൽ പ്രചോദനായ ഞാൻ ഒരു കഥ എഴുതണമെന്നും ആ കഥാമത്സരത്തിൽ പങ്കെടുക്കണമെന്നും എന്ന തോന്നലിൽ ഒരു കഥ എഴുതുകയും അക്കാലത്ത് ഞാൻ കണ്ടിരുന്ന ഒരു ദൃശ്യത്തിലേക്ക് ഇറങ്ങിപ്പോയിക്കൊണ്ട് അതൊരു കഥയാക്കി മാറ്റുകയും ചെയ്തു. അതാണ് എൻ്റെ ആദ്യത്തെ കഥ എന്ന് പറയാവുന്നത്. അത് ചലനം എന്നാണ് ആ കഥയുടെ പേര്. ഞാൻ ആ കഥ മത്സരത്തിന് അയച്ചു കൊടുത്തു. അക്കാലത്ത് എൻ്റെ കോളേജ് ഗുരുവായൂരപ്പൻ കോളേജ്, അവിടെ പ്രമുഖരായ ഒരുപാട് എഴുത്തുകാരായ വിദ്യാർത്ഥികൾ അവിടെ ഉണ്ടായിരുന്നു. കഥാമത്സരത്തിലും ഒക്കെ നിരന്തരം സമ്മാനം കിട്ടുന്ന എത്ര പേര് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ വിധി നിർണയിച്ചപ്പോൾ എൻ്റെ കഥയ്ക്കാണ് 1ാം സമ്മാനം ലഭിച്ചത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കണ്ട ഒരു ദൃശ്യത്തെ ഞാനൊരു കഥയായി മാറ്റുകയായിരുന്നു. അപ്പോൾ ആ ഒരു അംഗീകാരം ലഭിച്ചതോടുകൂടി ഒരു കഥ എഴുതാൻ കഴിയും എന്നുള്ള ചെറിയൊരു ആത്മവിശ്വാസം എന്നിലുണ്ടാവുകയും പിന്നീട് ഞാൻ നിരന്തരം എഴുതാൻ തുടങ്ങുകയും. ഇതാണ് എൻ്റെ എഴുത്തിൻ്റെ പശ്ചാത്തലമായിട്ട് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഒരു സമ്മാനത്തിലൂടെയാണ് അയ്മനം ജോണും മലയാള കഥയുടെ പരിസ്ഥിതിയെ അഡ്രസ്സ് ചെയ്ത് തുടങ്ങുന്നത്. 1972 എന്ന് തോന്നുന്നു. സാന്ദർഭികമായി ഇന്ന് എൻ്റെ കഥയുടെ വേരും വളവും എന്നാണ് നമ്മളുടെ തലക്കെട്ട്. അയ്മനം ജോണിൻ്റെ സമ്മാനം, മാതൃഭൂമി കഥാമത്സരത്തിന് സമ്മാനം കിട്ടിയ കഥയുടെ പേരും ഒരു ക്രിസ്മസ് മരത്തിൻ്റെ വേര് എന്നായിരുന്നു. കോഴിക്കോട് വേരുറപ്പിക്കുന്ന UK കുമാരൻ്റെ ഒരു ചരിത്രം നാം ഇങ്ങനെ കേൾക്കുമ്പോൾ അങ്ങനെയൊരു പോപ്പുലർ കൾട്ടിലല്ല അയ്മനം എന്ന് പറയുന്നൊരു പ്രാദേശികത്വം. പിൽക്കാലം അരുന്ധതി റോയിയെ സൃഷ്ടിച്ച് അതിൻ്റെ ഇങ്ങേ അറ്റത്ത് ഹരീഷിനെ പോലെ ഒരാൾ മലയാള കഥയിലേക്കൊക്കെ വരുന്ന അയ്മനമല്ല അയ്മനം ജോൺ കഥ എഴുതി തുടങ്ങുന്ന കാലത്തെ അയ്മനം എന്ന് പറയുന്ന ദേശം. ഒരു മുൻമാതൃകകളുമില്ലാത്ത ഒരു പ്രാദേശിക ഭൂപടത്തിനകത്താണ് തൻ്റെ വേരുറപ്പിച്ച് അയ്മനം ജോൺ മലയാള കഥയിലേക്ക് വരുന്നത്. പക്ഷേ ഇക്കാലം മൊത്തമുള്ള അയ്മനം ജോണിൻ്റെ ക്രാഫ്റ്റ് ഹിസ്റ്ററി നാം പരിശോധിക്കുകയാണെങ്കിൽ വളരെ ചുരുക്കം ചില കഥകൾ, ആ കഥകളിലൂടെ അതിതീവ്രമായി നമ്മളോട് രാഷ്ട്രീയം പറയാൻ ശ്രമിച്ച് ഇങ്ങേ അറ്റത്ത് അതിൻ്റെ രാഷ്ട്രീയം മാറി ഏറ്റവും പുതിയ കാലത്ത് അത് നിറത്തിൻ്റെ രാഷ്ട്രീയം പോലുമായി മാറുമ്പോൾ അതിനെപ്പോലും സൂക്ഷ്മമായി അഡ്രസ്സ് ചെയ്യാൻ അങ്ങേയറ്റം പൊളിറ്റിക്കൽ ജാഗ്രതയോടുകൂടെ ഇരിക്കാൻ ശ്രമിച്ച ഒരു കഥാകൃത്ത് കൂടിയാണ് അയ്മനം ജോൺ. അയ്മനം ദേശത്ത് നിന്ന് ഒരു കഥാകൃത്ത് എങ്ങനെയാണ്
മലയാള കഥയുടെ വർത്തമാനത്തിലേക്ക് പുറപ്പെട്ടത് എന്നതിലേക്കാണ് നാം ഇനി കടക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ കഥയുടെ വേരന്വേഷിച്ച് പോകുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കുട്ടിക്കാലത്ത് ഞാൻ കേട്ട വാമൊഴി കഥകളിലേക്ക് വരെ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുന്നൊരു തായ്വേരാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. അത് ഏത് കുട്ടികൾക്കും ഉണ്ടാകുന്നുള്ളൊരു കഥാകൗതുകം മാത്രമേ എനിക്കും ഉണ്ടായിരുന്നുള്ളൂ. പ്രത്യേകിച്ച് സവിശേഷമായ ഒരു കൈമത്വമൊന്നും പറയാൻ മാത്രമുള്ളൊരു കഥാ താല്പര്യമായിട്ട് ഞാനതിനെ ഒരിക്കലും തിരിച്ചറിഞ്ഞിരുന്നുമില്ല. പിൽക്കാലത്ത് പാഠപുസ്തകങ്ങളിൽ ആദ്യം സാരോപദേശ കഥകളുടെ രൂപത്തിലുള്ള കുറേ കഥകളാണ് പഠിക്കുന്നത്. അതായത് 4ാം ക്ലാസ് മുതലുള്ള പാഠങ്ങളിലാണെന്നാണ് എൻ്റെ ഓർമ്മ. കണ്ണുണ്ടായാൽ പോരെ കാണണം, തെങ്ങിൻ ചുവട്ടിലെ നിധി, അങ്ങനെയുള്ള കുറേ സാരോപദേശ കഥകൾ. അതിൽ നിന്നാണ് ഒരു പക്ഷേ എൻ്റെ കഥാ താല്പര്യം കൂടുതൽ പുഷ്ടിപ്പെട്ടിട്ടുള്ളതെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാരൂർ നീലകണ്ഠപിള്ളയുടെ കഥകൾ, ഉതുപ്പാൻ്റെ കിണർ പോലെയുള്ള കഥകൾ, അങ്ങനെയുള്ള പാഠപുസ്തകത്തിലെ കഥകൾ, അതൊക്കെ വായിച്ച് കഥാ താല്പര്യം വളർന്ന് ആ വേര് കൂടുതൽ പടർന്ന് ഒടുവിൽ ഒരു 9ാം ക്ലാസ് പ്രായത്തിൽ ടാഗോർ കഥകളുടെ ഒരു സമാഹാരം, ടെയിൽസ് ഫ്രം ടാഗോർ എന്നൊരു പുസ്തകം ഉപപാഠ പുസ്തകമായിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് ഉപപാഠ പുസ്തകമായിരുന്നു അത്. അപ്പോൾ ആ പുസ്തകത്തിലെ കഥകൾ, കാബൂളിവാല മുതലുള്ള കുറേ കഥകൾ, അതിലിപ്പോഴും എൻ്റെ മനസ്സിലേക്ക് ഞാൻ ഒരുപക്ഷെ ജീവിതകാലം മുഴുവൻ പേറിക്കൊണ്ട് നടക്കുന്നൊരു കഥയാണ് കാബൂളിവാല. അത് ഒരു നല്ലൊരു കഥാമാതൃകയായിട്ട് എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ സൂക്ഷിക്കുന്നൊരു കഥയാണ് കാബൂളിവാല. ഒരുപക്ഷെ എൻ്റെ കഥാസ്നേഹത്തിൽ ത്തെപ്പറ്റി പറയുമ്പോൾ ഞാൻ എപ്പോഴും ഏറ്റുപറയാൻ ആഗ്രഹിക്കുന്ന ഒരു കഥയും കാബൂളിവാല എന്നുള്ളൊരു കഥയാണ്. അപ്പോൾ ആ ഒരു പുസ്തകമാണ് ഒരുപക്ഷെ എന്നെ തന്നെ തിരിച്ചറിയത്തക്ക രീതിയിൽ എൻ്റെ കഥാ താല്പര്യം എത്രമാത്രം ഉണ്ടെന്നുള്ളത് എനിക്ക് വെളിവാക്കി തന്നിട്ടുള്ളത്. അപ്പോൾ അത് മുതലാണ് ഒരുപക്ഷെ എൻ്റെ കഥയുടെ വേരോട്ടം, വേരിൻ്റെ പടർച്ച അവിടെ കൊണ്ട് തീരുന്നു എന്ന് പറയാം. അതിനുശേഷം ഒരുപക്ഷെ നമ്മൾ എല്ലാ കാര്യത്തിലും നമുക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യത്തിലും നമുക്ക് തോന്നുന്ന പോലെ തന്നെ, അതായത് നീന്തൽ പഠിക്കുന്നതിന് മുമ്പ് ആൾക്കാർ നീന്തി നടക്കുന്ന കാണുമ്പോൾ നമുക്ക് നീന്തണമെന്ന് തോന്നുന്നു, വണ്ടി ഓടിക്കുന്ന കാണുമ്പോൾ നമുക്ക് വണ്ടി ഓടിക്കണമെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മുടെ സഹജമായി നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ നമുക്ക് ഏർപ്പെടാൻ തോന്നുന്ന പോലെ തന്നെ ഈ കഥകളൊക്കെ എഴുതുന്നവരൊക്കെ ചെയ്യുന്ന പോലെ തന്നെ എഴുതിയാൽ എന്താണ് എന്നുള്ളൊരാലോചന മനസ്സിലേക്ക് രൂപപ്പെട്ടു. അതേപ്പറ്റി കൃത്യമായ ഓർമ്മകളൊന്നുമില്ല, അങ്ങനെ തന്നെ ആയിരുന്നു എന്നുള്ള ഒരു ബോധ്യം മനസ്സിൽ കടന്നുകൂടിയതുകൊണ്ട് മാത്രം ഞാനത് പറയുകയാണ്. അങ്ങനെയാണ് എഴുത്തിനോടുള്ള താല്പര്യം രൂപപ്പെടുന്നതും. ഏതാണ്ടൊരു 10ാം ക്ലാസ് പ്രായം കഴിഞ്ഞപ്പോൾ, അതിനിടയ്ക്ക് ഞാൻ ഖസാക്കിൻ്റെ ഇതിഹാസം പ്രസിദ്ധീകരിച്ച് വന്നപ്പോൾ അത് ആനുകാലികത്തിൽ വായിക്കാൻ ഇടയായി. എൻ്റെ ആദ്യ വാചകം മുതൽ എന്നെ പിടിച്ചുലച്ച ഒരു കൃതിയാണ് ഖസാക്കിൻ്റെ ഇതിഹാസം. അതുപോലെ തന്നെ ആധുനികത കത്തി നിൽക്കുന്ന ഒരു കാലമാണ്. അവിടെയാണ് ഒരു പക്ഷേ എഴുത്തുകാരൻ എന്നുള്ള ഒരു രീതിയിൽ, ഒരു കഥാകാരൻ എന്നുള്ള രീതിയിൽ എന്നെ തിരിച്ചറിയത്തക്ക രീതിയിൽ എൻ്റെ വേരോട്ടം ആധുനികതയുടെ ആ ഒരു പ്രദേശത്താണ്. ആധുനികതയിൽ എടുത്തു പറയത്തക്ക ഭാഷ വിന്യാസങ്ങൾ എന്നെ കൂടുതൽ ആകർഷിച്ചു തുടങ്ങി. എൻ്റെ തുടക്കം ഒരുപക്ഷെ ഈ ഖസാക്ക് വായനയിൽ നിന്നാണ്. ആധുനികത എല്ലാം കൊണ്ടും മലയാള കഥാ സാഹിത്യത്തെ പുതുക്കിപ്പണിത ഒരു പ്രസ്ഥാനം തന്നെയായിരുന്നു. മലയാള കഥാഭാഷയെ നവീകരിച്ച ഒരു പ്രസ്ഥാനമായിരുന്നു മലയാളത്തിലെ ആധുനികത. അപ്പോൾ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ളതും ആധുനികതയുടെ കാലത്തെ കഥാസൃഷ്ടികളാണ്. അതിൽ ഓരോ എഴുത്തുകാരുടെയും കഥാഭാഷ വ്യത്യസ്തമായിരുന്നു എന്നുള്ളതാണ് ഞാൻ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ആധുനികതയെപ്പറ്റി എടുത്തു പറയാൻ തോന്നുന്ന പ്രത്യേകത. അന്ന് ആ ഒരു തലമുറ പേരുകൾ, അന്ന് പറയപ്പെട്ടിരുന്ന പേരുകളുടെ ആ ഒരു ക്രമത്തിൽ പറഞ്ഞാൽ കാക്കനാടൻ എം മുകുന്ദൻ, എം.പി. നാരായണപിള്ള, അങ്ങനെ വന്ന് കെ.പി. നിർമ്മൽകുമാർ, മേതിൽ രാധാകൃഷ്ണൻ, അവർ വരെ എത്തുന്ന ഒരു കഥാപാരമ്പര്യം, അവരുടെയൊക്കെ കഥകളിലൂടെ കടന്നു പോകുന്നപ്പോഴാണ് എനിക്ക് സ്വന്തമായിട്ടുള്ളൊരു കഥാഭാഷ നിർമ്മിക്കുക എന്നുള്ളതാണ് ഒരു കഥാകാരൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി
എന്ന് മനസ്സിലാക്കാൻ കഴിയുകയും അങ്ങനെ ഒരു പുതിയ ഭാഷ സൃഷ്ടിച്ചെടുക്കാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചതും ഭാഷയിലൂടെയാണ് കഥ, ആവിഷ്കാരമാണ് കഥ എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് ഞാൻ കടന്നു വരുന്നതും ആധുനികതയുടെ ആ ഒരു വായനാകാലത്താണ്. അത് ഒരുപക്ഷെ അതോടൊപ്പം തന്നെ അന്ന് വിദേശ സാഹിത്യത്തിലെയും ആധുനികത പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാക്കളായ അല്ലെങ്കിൽ അന്നറിയപ്പെട്ടിരുന്ന ആധുനിക സാഹിത്യത്തിൻ്റെ പ്രധാന എഴുത്തുകാരായിരുന്ന സാർത്ര, കമ്യു, കാഫ്ക അവരുടെയൊക്കെ സൃഷ്ടികളിലൂടെ കടന്നു പോകാൻ ഒരുപക്ഷെ തന്നെ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ഏറ്റവും അധികം ഞാൻ വളം വലിച്ചെടുത്തിട്ടുള്ളത് ആധുനിക സാഹിത്യത്തിൽ നിന്ന് തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നീട് എഴുത്തിൻ്റെ വഴിയെ പോയ കാലത്ത് ഓരോ കാലത്തും വന്നിട്ടുള്ള നവീകരണങ്ങൾ ബോധത്തിൽ അബോധത്തിൽ എന്നെ സ്വാധീനിച്ച് പോന്നിട്ടുണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും, ഈ വളത്തെപ്പറ്റി പറയുമ്പോഴത്തേക്ക് ഒന്നും നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാനില്ല. ജീവിതത്തിൽ കടന്നു പോകുന്ന ഓരോ നിമിഷവും കഥയ്ക്കുള്ള വളങ്ങൾ നൽകിക്കൊണ്ടാണ് കടന്നു പോകുന്നത്. അതിൽ ജീവിതാനുഭവങ്ങളെല്ലാം വരും. നമ്മുടെ വായനാനുഭവങ്ങൾ മാത്രമല്ല, നമ്മുടെ പ്രൈമറി എക്സ്പീരിയൻസസ് മാത്രമല്ല, സെക്കൻഡറി എക്സ്പീരിയൻസസും എല്ലാം വളം തന്നെയാണ്. അതിലെ യാത്രകൾ ഉൾപ്പെടും, യാത്രാ നേരത്തെ കാഴ്ചകൾ ഉൾപ്പെടും, നമ്മൾ വായിക്കുന്ന പത്രവാർത്തകൾ ഉൾപ്പെടും. ഇങ്ങനെയെല്ലാം ജീവിതത്തിൽ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം വളമായി തീരുകയാണ്. ആ വളം വലിച്ചെടുത്തിട്ടാണ് എൻ്റെ സാഹിത്യം എഴുത്ത് മുമ്പോട്ട് പോയിട്ടുള്ളത്. ഒരുപക്ഷെ അതിൽ എഴുതാൻ തോന്നിയിട്ടുള്ള കഥകളിൽ വളരെ കുറച്ച് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. കാരണം എനിക്ക് തോന്നുന്ന പ്രാധാന്യം വായനക്കാരിലേക്ക് പ്രാധാന്യം നൽകാൻ പറ്റുന്ന അനുഭവം എല്ലാ അനുഭവങ്ങൾക്കും ഇല്ല എന്നുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിനെ എപ്പോഴും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ നിരന്തരമായ എഴുത്തിൽ ഞാൻ ഏർപ്പെടാറില്ലാത്തതിൻ്റെ ഒരു പ്രധാന കാരണം അതാണ്. ഞാൻ ഉൾക്കൊള്ളുന്ന രീതിയിൽ അതേ ഒരു വാമത്തോടു കൂടി വായനക്കാരനും ഉൾക്കൊള്ളും എന്ന് ബോധ്യമുള്ള കഥകൾ മാത്രമേ ഞാൻ എഴുതാൻ ശ്രമിക്കുന്നുള്ളൂ. അല്ലാത്ത പക്ഷേ ഞാനൊരു അലസനായിട്ടൊരു സ്വപ്നങ്ങൾ കണ്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ്. ആ കൂട്ടത്തിൽ പറയട്ടെ, ഈ സ്വപ്നങ്ങളും ഒരുപക്ഷെ എനിക്ക് ഏറ്റവും അധികം കഥകൾക്ക് വളം തന്നിട്ടുള്ള അനുഭവങ്ങളാണ്. പല കഥകളുടെയും ഒരുപക്ഷെ പ്രേരണ രാത്രി നേരത്ത് കണ്ടിട്ടുള്ള സ്വപ്നങ്ങളാണ്. പകൽ കാഴ്ചകളേക്കാൾ കൂടുതൽ എൻ്റെ മനസ്സിനെ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ളത് രാത്രി സ്വപ്നങ്ങളാണ്. ഒരുപക്ഷെ ഏറ്റവും നമ്മുടെ വികാരങ്ങളെ പ്രകടിപ്പിക്കാനായിട്ടുള്ളൊരു ഊർജം നൽകിക്കൊണ്ടിരിക്കുന്നത് പകലനുഭവങ്ങളെക്കാൾ രാത്രി നേരത്ത് കാണുന്ന സ്വപ്നങ്ങൾ. ഒരുപക്ഷെ ചിലപ്പോൾ അത് പകൽ സ്വപ്നങ്ങളും ആ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രം എൻ്റെ കഥയുടെ പേരിനെയും വളത്തെയും പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. കഥയുടെ ഒരു തലമുറ PF മാത്യൂസിലെത്തുമ്പോഴേക്കും ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന ഒരു അന്തരീക്ഷത്തിൻ്റെ മാറ്റം കൂടെ കാണുകയാണ്. പുറത്ത് മഴ പെയ്യുന്നു, ആളുകൾ കുടയൊക്കെ ചൂടി നിൽക്കാൻ വേണ്ടി തുടങ്ങുന്നു. മലയാള കഥയിലേക്ക് PF മാത്യൂസിൻ്റേതായ ആദ്യത്തെ ഒരു സമാഹാരം പുറത്തു വരുന്നത് ഞായറാഴ്ച പെയ്ത ഒരു മഴയെക്കുറിച്ചുള്ള സമാഹാരമായിട്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ മഴ പെയ്യുമ്പോഴാണ് അത് ഓർത്തത്. അങ്ങനെ ദേശത്ത് എങ്ങനെയാണ് ഒരു കഥാകൃത്ത് തൻ്റെ വേരുറപ്പിച്ച് തുടങ്ങിയത് എന്ന അന്വേഷണമാണ് നാം PF മാത്യൂസിലേക്ക് കൊണ്ടുവരുന്നത്. ദേശം PF മാത്യൂസ് സൃഷ്ടിക്കുകയായിരുന്നു എന്നതാണ് PF മാത്യൂസിലെത്തുമ്പോൾ നാം വായനക്കാർ കണ്ട ഒരു പ്രത്യേകത. തനിക്കു വേണ്ടി മാത്രമായി ഒരു സാങ്കല്പിക ദേശമുണ്ടാക്കി, തൻ്റേത് മാത്രമായി ഒരു യൂണിവേഴ്സ് ഉണ്ടാക്കി, അവിടെ വേരുറപ്പിക്കാനുള്ള കുറേ കൂടെ അപകടകരമായ പണിയാണ് മലയാള കഥയിൽ PF മാത്യൂസ് എന്ന കഥാകൃത്ത് എടുത്തിട്ടുള്ളത്. ആ പണി ഞങ്ങൾക്ക് കേട്ടാൽ കൊള്ളാം എന്നുണ്ട്. എനിക്ക് തോന്നുന്നത്, പ്രിയമുള്ളവരെ, കേട്ടിരിക്കുന്ന എല്ലാവർക്കും കൃതജ്ഞതയോടെ തുടങ്ങട്ടെ. എനിക്ക് തോന്നുന്നത് പകൽക്കിനാവുകൾ കാണാൻ കഴിവുള്ള ഒരാൾക്ക് മാത്രമേ എഴുതാൻ സാധിക്കൂ എന്നാണ്. പണ്ട് കേട്ട കഥകളോ ജീവിച്ച ജീവിതമോ ഒന്നും ആദ്യം രക്ഷയ്ക്കെത്തില്ല എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും പ്രയോജനകരമായത് എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ വിധിക്കപ്പെട്ട ഒരു ബാല്യമുണ്ടായിരുന്നു എനിക്ക്. ലോകത്തിലെ ഏറ്റവും വിരസമായൊരു കാര്യമാണ് പള്ളിയിൽ പോയി അവിടുത്തെ കുർബാന കൂടുക എന്ന് പറയുന്നത്. എന്നും ഒരേ കാര്യം, ഒരേ ആവർത്തനം. ഇത്രയ്ക്ക് വിരസമായൊരു കാര്യം ലോകത്തില്ല.
അപ്പോൾ ബാലനായ എന്നെ സംബന്ധിച്ചിടത്തോളം അതിഭീകരമായ സ്വപ്നങ്ങൾ കാണുക എന്നുള്ളത് തന്നെയായിരുന്നു അവിടെ ഉണ്ടായ ഒരു സംഭവം. അതാണ് വളരെ രസകരമായിരുന്നു. ഞാനിത് മൊത്തം ഇതെൻ്റെ ഒരു സിദ്ധിയൊന്നുമല്ല, മിക്കവാറും കുട്ടികൾക്കെല്ലാം ഉണ്ടാവും. ആദ്യകാലത്ത് കുട്ടികൾക്ക് ജന്മനാ കലാകാരന്മാരാണ്, പിന്നീട് മാതാപിതാക്കൾ വളർത്തി നശിപ്പിക്കുന്നതാണല്ലോ. അപ്പോൾ ഈ സ്വപ്നജീവിയായിരുന്നു അത്. പകൽക്കിനാവുകൾ കാണുമായിരുന്നു. രാത്രി വീട്ടിലെത്തിയാലും വീണ്ടും ഒരു പ്രാർത്ഥനയുണ്ട്, സന്ധ്യാപ്രാർത്ഥനയുണ്ട്. 1.5 മണിക്കൂർ നീണ്ടു നിൽക്കും. അതിൽ വണക്കമാസം, അതിലെ കഥകൾ, ചുറ്റിക്കെട്ടുകൾ, ഇതെല്ലാം ആവർത്തനമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കൊരു സമാന്തരമായൊരു ലോകത്തേക്ക് കടന്നു പോവുക എന്നുള്ളത് തന്നെയാണ് ഒരു കുട്ടിക്ക് ചെയ്യാൻ സാധിക്കുന്നത്. സ്വാഭാവികമായിട്ടും അക്ഷരവിരോധമുള്ള ഒരു തറവാട്ടിലാണ് ഞാൻ ജീവിച്ചിരുന്നത്. ഞാൻ ആദ്യമായിട്ട് വായിക്കുന്നത് അയൽ വീട്ടിലെ വരുത്തിയിരുന്ന മാതൃഭൂമിയുടെ പിന്നിലെ ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന ഗ്രാഫിക് സൃഷ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് വായിക്കുന്നത്. വീട്ടിൽ മറ്റു മാസികകൾ കയറ്റാൻ സമ്മതിക്കില്ലായിരുന്നു. വായന അസംഭവ്യമായിരുന്നു. ബൈബിളാണ് വായിക്കേണ്ട ഒരു സാമഗ്രി. അത് ഒരു തവണ വായിച്ചു, ഇനി അത് ആവർത്തിക്കാൻ താല്പര്യമില്ല, പരമബോറാണ്. അങ്ങനെയുള്ള ഒരു ബാല്യത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഈ സ്വപ്നങ്ങളാണ് ഈ എഴുത്തിനെ പ്രേരിപ്പിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ കുറച്ചൊക്കെ വായിക്കാൻ തുടങ്ങിയ കാലത്ത് വളരെ കൃത്യമായിട്ട് അനുകരിക്കാൻ തുടങ്ങി. അങ്ങനെ അനുകരിച്ച് ഞാനൊരു കഥ എഴുതി. 14 വയസ്സിലൊരു കഥ എഴുതി. ആ കഥയും കൊണ്ട് എറണാകുളത്ത് 3-4 മുതിർന്ന എഴുത്തുകാർ കൂടുന്ന ഒരു ചെറിയൊരു ഹാളിൽ ചെല്ലാനായിട്ട് എന്നെ പഠിപ്പിച്ചിരുന്നൊരു മാഷ് പറഞ്ഞു. അങ്ങനെ പോയതാ. അവിടെ ചെന്നപ്പോൾ അവിടെ TR ഉണ്ട്. TRനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. TRനെ എനിക്ക് തോന്നുന്നില്ല ഇന്ന് മലയാളം മറന്നു കളഞ്ഞു. മലയാളത്തിലുണ്ടായ ഏറ്റവും വലിയ കഥാകൃത്താണ് TR. അപ്പോൾ അദ്ദേഹമുണ്ട്, മറ്റ് കുറച്ച് എഴുത്തുകാരുണ്ട്. അപ്പോൾ ഞാൻ വളരെ ആത്മവിശ്വാസത്തോടെ എൻ്റെ കഥ വായിച്ചു. ആ കഥ എന്ന് പറഞ്ഞാൽ വളരെ കോമഡിയാണ്. അതായത് ഞാൻ അനുഭവിച്ചിട്ടില്ലാത്തൊരു ലോകം, ഒരു തറവാട്. അന്നെല്ലാം തറവാടായിരുന്നു. എല്ലാ കഥകളും സംഭവിക്കുന്നത് തറവാട്ടിലായിരുന്നു. ഒരു തറവാട്, അതിലൊരു പയ്യൻ, അവൻ സ്വപ്നജീവിയായിരുന്നു. അവൻ നടന്ന് ഒരു തൊടിയിലുള്ള ഒരു കുളത്തിലേക്ക് നടന്നു പോകുന്നതായിരുന്നു കഥ. അപ്പം ഇത് വായിച്ചിട്ട് സ്വാഭാവികമായിട്ട് ആ പ്രായത്തിലുള്ളൊരു പയ്യനെ വിഷമിപ്പിക്കേണ്ടല്ല എന്ന് കരുതി മറ്റെഴുത്തുകാരെല്ലാം കൊള്ളാം, തിരക്കേടില്ല, നല്ല ഭാവിയുണ്ടെന്ന് പറഞ്ഞു. TR പറഞ്ഞു, എടോ കൊള്ളില്ലടോ, എന്താ അയാൾ എഴുതി വച്ചിരിക്കുന്നത്? അപ്പോൾ എനിക്ക് അടി കിട്ടിയത് അപ്പോഴാണ്. ഇങ്ങനെയൊന്നും അല്ല എഴുതേണ്ടത്. എനിക്കറിയാം താൻ എഴുതേണ്ട കഥയല്ല താൻ ഈ എഴുതിയിരിക്കുന്നതെന്ന്. താൻ തൻ്റെ കഥ എഴുതണം എന്ന് പറഞ്ഞു. അത് സത്യമായിരുന്നു. നല്ല ഒരു ചികിത്സയായിരുന്നു അത്. അപ്പോൾ TR ആണ് എൻ്റെ ആദ്യത്തെ വൈദ്യൻ. അപ്പോൾ TRൻ്റെ ചികിത്സ ഫലിച്ചു. അവിടെ നിന്ന് ഞാൻ കൂടുതൽ വായിക്കാൻ തുടങ്ങി. വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മിക്കവാറും എല്ലാം തറവാട്ട് മഹിമകളും തറവാട്ട് കഥകളും തലമുറ കഥകളും കുടുംബകഥകളല്ലാതെ വേറെ ഒരു പുല്ലും വായിക്കാനില്ല മലയാളത്തിൽ. അങ്ങനെയാണ് ദസ്തയേവ്സ്കി വരുന്നത്. അത് ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് എന്നെ സ്വാധീനിച്ച ഒരു എഴുത്തുകാരൻ ദസ്തയേവ്സ്കി തന്നെയാണ്. അപ്പോൾ അത് ദസ്തയേവ്സ്കി വായിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഈ മൊത്തം എന്താ പറയുക, ഒരു പയ്യനാണ്, ജീവിതം മൊത്തം ഇരുണ്ടുപോയതുപോലെയായി. ഒന്നും ഒരു പ്രസന്നമായ ഒരു കാഴ്ചയും പിന്നെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മേതിൽ രാധാകൃഷ്ണനെ ഒരാൾ പരിചയപ്പെടുത്തിയത്. ചുവന്ന വിദൂഷകരുടെ 5-ാം പത്തി, ബ്ര, ഈ 2 നോവലുകളാണ്. ഇത് വല്ലാതെ ത്രസിപ്പിച്ചു. കാരണം ഇങ്ങനെയൊക്കെ എഴുതാൻ സാധിക്കുമോ? അപ്പോൾ ഈ മാർക്വേസ് മെറ്റമോർഫോസിസ് വായിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഏതാണ്ട് അതേ വാചകമാണ് 14-ാം വയസ്സിൽ ഞാൻ പറഞ്ഞത്. മേതിലിനെ പോലെ എഴുതാൻ സാധിക്കുമോ? ഇന്നിപ്പോൾ പറയുമ്പോൾ പുതിയ തലമുറ എന്നെ ആക്രമിക്കാൻ വന്നിട്ടുണ്ട്. ഒരു ഇതേപോലുള്ള ഒരു സമ്മേളനത്തിൽ മേതിലിനെക്കുറിച്ച് പറയേണ്ട, ജോയ്സിയെക്കുറിച്ച് പറഞ്ഞാൽ മതി എന്നൊരു എഴുത്തുകാരൻ, പുതിയ തലമുറയിലൊരു എഴുത്തുകാരൻ എന്നോട് പറഞ്ഞു. അപ്പോൾ ഈ മേതിൽ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഇങ്ങനെ എഴുതാൻ എനിക്ക് പറ്റൂല. കാരണം ആ ഒരു ശിക്ഷണം എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഖസാക്ക് തീർച്ചയായിട്ടും വളരെ അഡിക്റ്റീവായിരുന്നു. ഖസാക്ക് വിജയനെ അനുകരിക്കാൻ പറ്റും, ഒന്ന് പരിശ്രമിച്ചാൽ മതി. പണ്ട് നാരായണപിള്ള പറഞ്ഞിട്ടില്ല, ആരുടെ പോലെ വേണമെങ്കിലും എനിക്ക് എഴുതാൻ പറ്റുന്ന നാരായണപിള്ള പറഞ്ഞിട്ടുണ്ടല്ലോ, MP നാരായണപിള്ള പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹം അത് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്, അല്ലേ? മൂന്നേട്ടനൊക്കെ അറിയാം. അപ്പോൾ അദ്ദേഹം അത് കൃത്യമായിട്ട് മിമിക് ചെയ്തിട്ടുണ്ട്. അത് ആർക്കും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു സാമാന്യ ബുദ്ധിയുള്ള
അത്യാവശ്യം ഭാഷയുള്ള ആർക്കും പറ്റും. പക്ഷെ മേതിലിനെ അനുകരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെയാണ് മേതിലിനെ മറികടക്കണം, മറ്റൊരു സംഭവം ഞാൻ കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ് ഞാൻ പിന്നെ കഥ എഴുതിയത്. അങ്ങനെ എഴുതിയ കഥയാണ്, അതിൻ്റെ പേര് ആസാമിന് പിറകിൽ സുഭാഷ് പാർക്കിലെ കുരങ്ങൻ എന്നായിരുന്നു ആ കഥയുടെ പേര്. അപ്പോൾ അന്ന് ആസാമിൽ വലിയ വംശീയ പ്രശ്നം നടക്കുന്നൊരു സമയമായിരുന്നു. എല്ലാ ദിവസവും വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ എന്നും സുഭാഷ് പാർക്കിലെ കുരങ്ങനെ കാണുമായിരുന്നു. ഇത്രയ്ക്ക് പ്രാകൃതമായിട്ട് കൂട്ടിൽ കിടന്ന് പെരുമാറുന്ന സുഭാഷ് പാർക്ക് എറണാകുളത്തുള്ള കൊച്ചിയിലുള്ള പാർക്കാണ്. അങ്ങനെയുള്ളൊരു കുരങ്ങൻ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് രണ്ടും കൂടി കലർത്തിയാണ് പറയുന്നതെങ്കിലും ഇതിനകത്ത് അക്കാലത്ത് എൻ്റെ ഒരു പ്രണയം കയറി വന്നിട്ടുണ്ട്. ഈ പെൺകുട്ടിയുടെ ഞാൻ ഒരു ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ ഈ കുട്ടിയുടെ മുതുക് മാത്രമാണ് ഞാൻ കണ്ടിരുന്നത്. അപ്പോൾ ആ മുതുകിനെ ഞാൻ പ്രണയിക്കാൻ തുടങ്ങി. പിന്നീട് മഴ പെയ്യുമ്പോൾ ഞാനൊരു കുടയുമായിട്ട് പോകുമായിരുന്നു. കുടയ്ക്കകത്തുള്ള ആ ചില്ലുകൂട്ടിലുള്ള സ്ഫടികത്തിനകത്തുള്ള ഒരു പക്ഷിയുണ്ട്. ആ പക്ഷി എനിക്ക് പ്രിയപ്പെട്ടതായി തുടങ്ങി. ആ പക്ഷി അതിൽ നിന്ന് പറന്നു പോകാൻ തുടങ്ങി. അങ്ങനെ സമാന്തരമായ ഒരുപാട് ഇമേജുകൾ കൊണ്ടാണ് ആ കഥ എഴുതിയത്. ആസാമിന് പിറകിൽ സുഭാഷ് പാർക്കിലെ കുരങ്ങൻ എന്ന കഥ എഴുതുന്നത്. സമാന്തരമായി 3-4 കഥകളും അതിലേറെ ഇമേജുകളും കൊണ്ട് എഴുതിയൊരു കഥയായിരുന്നു. അതൊരു കാര്യം ഓർമ്മ, അത് വായിച്ചവരൊക്കെ പറയുന്നത് എനിക്ക് വട്ടാണെന്ന് പറഞ്ഞു. ഞാൻ മേതിൽ വായിച്ചിട്ടുണ്ടല്ലോ, എനിക്ക് ലൈസൻസ് ഉണ്ട്, അങ്ങനെയൊക്കെ എഴുതാം, എങ്ങനെയും എഴുതാം എന്നുള്ളൊരു ലൈസൻസ് എനിക്കുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും എല്ലാവരും പോലെ എഴുതുന്ന പോലെ എഴുതുന്നില്ല, എനിക്ക് കയ്യടി വേണ്ട എന്നൊക്കെ വലിയ ജാടയ്ക്ക് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയില്ല, എനിക്ക് വായനക്കാർ വേണം, അതില്ലാതെ പറ്റില്ല എന്ന് തോന്നി. അങ്ങനെയാണ് കൂടുതൽ വായിക്കാനും കൂടുതൽ ലോക നിലവാരത്തിലുള്ള കൃതികൾ വായിക്കാനും പിന്നീട് അതിൽ നിന്നെല്ലാം എന്തെല്ലാമോ ആർജിക്കുകയും പിന്നീട് എഴുതുകയും ഒക്കെ ചെയ്തത്. അത് പിന്നീട് സംഭവിച്ച കഥ അത് നിങ്ങളുടെ മുന്നിലുണ്ട്, പലതും ഉണ്ട്. ഞാൻ എഴുതിയതിൻ്റെ ഒരു കാൽഭാഗമെങ്കിലും ഞാൻ അച്ചടിച്ചിട്ടുണ്ട്. ആ പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചാൽ അത് കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയൊക്കെ തുടക്കത്തിൽ പറയാൻ എനിക്കുള്ളൂ. നന്ദി. പള്ളി എങ്ങനെയാണ് ഭാവനയെ മറ്റൊരു വിധത്തിൽ നിർമ്മിക്കുന്നത് എന്ന് പറഞ്ഞാണ് PF മാത്യൂസ് തുടങ്ങിയത്. ഒരുപക്ഷെ അതിൻ്റെ തുടർച്ച പറയാനുണ്ടാവുക കുറേ കൂടെ ഫ്രാൻസിസ് നൊറോണയ്ക്കായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. തൻ്റെ കഥയുടെ വേരും വളവും ഓരോ എഴുത്തുകാരും സംസാരിക്കുമ്പോൾ നാം പ്രത്യക്ഷത്തിൽ കാണാത്ത പലതിനെയും, ഉണ്ട് എന്ന് നമുക്കറിയാമെങ്കിലും ഉണ്ടോ എന്ന് പുറം ലോകത്തെ കാണിക്കാതെ നിലനിൽക്കുന്ന പലതിനെയും ഒളിപ്പിച്ചു വെച്ച ഒന്നാണ് സത്യത്തിൽ മതം എന്ന് പറയുന്നത്. പല രൂപത്തിൽ മലയാള കഥയിൽ അത് ആവിഷ്കരിച്ചിട്ടുണ്ട്. PF മാത്യൂസ് തന്നെ ഇങ്ങ് കാണായ്മ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് അല്പം മുമ്പേ നമ്മൾ ഈ വേദിയിൽ നടത്തിയത്. കാണായ്മകളാണ് പലപ്പോഴും നമ്മളുടെ മുമ്പിലുള്ള മതം എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ ഒരു പരിസ്ഥിതി, നമുക്കൊട്ടുമേ പരിചിതമല്ലാത്ത മറ്റൊരു ദേശത്ത് ജീവിക്കുകയും ആ പരിസ്ഥിതിയിലേക്ക് വെള്ളം കൊണ്ടുവരേണ്ട ഒരു അന്തരീക്ഷത്തിലേക്കുള്ള പൈപ്പുകളെ മുഴുവനും പല രൂപത്തിൽ കൊട്ടിയടക്കുകയും ചെയ്ത, ഒരുപക്ഷെ മലയാള കഥയെ അങ്ങേയറ്റം സ്ഫോടനാത്മകമൊക്കെ ആക്കി തീർത്ത ഒരാൾ ആയാണ് ഫ്രാൻസിസ് നൊറോണ ഈ തലമുറയുടെ അങ്ങേയറ്റത്ത് പോയി നിൽക്കുന്നത്. എങ്ങനെ അതിജീവിക്കുന്നു ഫ്രാൻസിസ് നൊറോണ എന്ന എഴുത്തുകാരൻ? എങ്ങനെ വേരുറപ്പിച്ചു എന്നതിനേക്കാൾ എങ്ങനെ തുടരുന്നു എന്നതിലേക്ക് കൊണ്ടുപോകാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സ്നേഹമുള്ളവരെ നമസ്കാരം. മോണിറ്ററിൽ 8 മിനിറ്റേ ഉള്ളൂ, ബാക്കി അതിലൊരു 7 മിനിറ്റ് ഞാൻ എടുക്കും. അത്രയും നേരം കൊണ്ട് എൻ്റെ എഴുത്തിൻ്റെ വേരും വളവും പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, ഞാൻ ശ്രമിക്കാം. വ്യവഹാര ഭാഷയോട് ചേർന്ന് നിൽക്കുന്ന നാട്ടുമൊഴികളും ഞങ്ങളുടെ ഒരു തീരദേശത്തിൻ്റെ ഒരു സൗന്ദര്യവും എല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു രചനാശൈലിയാണ് ഞാൻ പിന്തുടരുന്നത്. അതിൻ്റെ വേരും വളവുമാണ് ഞാൻ പറയേണ്ടത്. എനിക്കത് എവിടെ നിന്നാണ് ലഭിച്ചത്, അതിൻ്റെ വേര് എവിടെയാണ്? ഈ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നൽകേണ്ടത്. അതാണ് നമ്മുടെ വിഷയവും. ഞാൻ വിഷയത്തിൽ നിന്ന് മാത്രമാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന പോലെ
കണ്ടലും കായലും പൊഴിയും കടലോരവും ഒക്കെ ഉള്ള ഒരു ഭൂമികയിൽ നിന്നാണ് ഞാൻ എഴുതുന്നത്. നെയ്തലാമ്പലും അടമ്പുകൾ, കോളാമ്പിപ്പൂക്കൾ വിടരുന്ന അടമ്പുകളും ഒറ്റപ്പുന്ന മരങ്ങളുമൊക്കെയുള്ള വളരെ പ്രത്യേകമായ ജൈവ സാന്നിധ്യമുള്ള ഒരു തീരദേശ മണ്ണ്. അതിൻ്റെ ചരിത്രം, അതെവിടെയാണ് അതിൻ്റെ തുടക്കം, സാഹിത്യത്തിൽ അതിനെവിടെയാണ് ഇതിൻ്റെ ഉത്ഭവം എന്നൊക്കെ നമ്മൾ പുറകോട്ട് പോയി ചിന്തിക്കുമ്പോൾ നമുക്ക് സംഘകാല കൃതികളിലാണ് അത് ആദ്യം കാണുന്നത്. അതിൻ്റെ പേര് നെയ്തൽ തിണ എന്നാണ്. ഞങ്ങളുടെ തീരത്തിൻ്റെ ഒരു നെയ്തൽ തിണ എന്നാണ് ആ തീരം അറിയപ്പെട്ടിരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പറയേണ്ട കാര്യമില്ല. നെയ്തൽ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഉപ്പിൻ്റെ ഉറപ്പുള്ള മണ്ണ് എന്നാണ്. പക്ഷേ എൻ്റെ നാട്ടിൽ എൻ്റെ ദേശം അറിയപ്പെടുന്നത് മറ്റൊരു വാക്കിലൂടെയാണ്. അത് കരപ്പുറം എന്നാണ്. നിങ്ങൾ കടപ്പുറം എന്ന് കേട്ടിട്ടുണ്ട്. ആ കടലിനോട് ചേർന്ന് കിടക്കുന്ന കരയെ ഞങ്ങൾ കരപ്പുറം എന്നാണ് വിളിക്കുന്നത്. ഈ കരപ്പുറത്തിനൊരു ദീർഘമായ ഒരു ചരിത്രമുണ്ട്. എല്ലാം പറയാൻ എനിക്ക് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് ഒരു ഓട്ടപ്രദക്ഷിണം പോലെ ഞാൻ അതിൻ്റെ ഒരു ചരിത്രം അങ്ങനെ പറഞ്ഞു വന്നാലേ എനിക്ക് ആ വേര് കണ്ടെത്താൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് മാത്രം ഒരു ഓട്ടപ്രദക്ഷിണം പോലെ, വളരെ ചിലപ്പോൾ ഒരു തിരക്ക് കാണുമായിരിക്കും, ഞാൻ പറയുന്നതിൽ ക്ഷമിക്കണം. ഈ കരപ്പുറം എന്ന് പറയുന്ന ദേശം മൂത്തെടുത്ത് കൈമൾമാരെന്ന് പറയുന്ന ഒരു മാടമ്പി പാരമ്പര്യമുള്ളവരായിരുന്നു ഈ കരപ്പുറം ഭരിച്ചിരുന്നത്. തിരുവിതാംകൂറും കൊച്ചിയും, പഴയ തിരുവിതാംകൂറും കൊച്ചിയുമായിരുന്നു ആ ഒരു കരപ്പുറം എന്ന് പറയുന്ന ദേശത്തിൻ്റെ അധീനതയിലുണ്ടായിരുന്നത്. 1540 ആണ് കരപ്പുറത്ത് പോർച്ചുഗീസ് ആധിപത്യം വരുന്നത്. ഡോം ക്രിസ്റ്റോ ഡി ഗാമ, ഞങ്ങളുടെ ഫോർഫാദറാണ്, പറങ്കിയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യമാണ് കരപ്പുറം കീഴടക്കുന്നത്. അതിനുശേഷം 1710 ഡച്ച് അധിനിവേശം വരുന്നു. പിന്നീട് അത് ബ്രിട്ടീഷുകാരുടെ അധിനിവേശത്തിലേക്ക് വരുന്നു. കരപ്പുറത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഈ ഒരു വൈദേശിക ഡച്ചും പോർച്ചുഗീസുമാരുമൊക്കെ മുകുന്ദേട്ടനോട് ഇരിപ്പുണ്ട്, അദ്ദേഹത്തിന് അറിയാം മാഹിയിൽ എന്താണ് സംഭവിച്ചത്. അതുപോലെ തന്നെ തീരദേശത്തും ഈ ഒരു വൈദേശിക ഒരു അധിനിവേശത്തിൻ്റെ ഫലമായിട്ട് തീരദേശത്തോടു കൂടി നിരവധി പള്ളികളും ക്രിസ്ത്യൻ ഒരു അടിത്തറ പാകാനായിട്ട് ഈ വിദേശികളുടെ ഒരു അധിനിവേശത്തോടു കൂടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കരപ്പുറം ഒരു കുറേ കാലത്തിന് ശേഷം, ഈ മൂത്തെടുത്ത ഗെയിമന്മാരുടെ ഒരു കാലഘട്ടത്തിന് ശേഷം ഒരു ഹൈന്ദവ പാരമ്പര്യത്തിലായിരുന്ന ഒരു കരപ്പുറം, നിങ്ങൾക്കറിയാം അർത്തിങ്ക് പള്ളിയുടെ അടി കുഴിച്ച് നോക്കിയാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ആഗ്രഹത്തോടു കൂടി കാത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അത് മറ്റൊരു വിഷയം. അപ്പോൾ അത്തരം ഒരു ഹൈന്ദവ പാരമ്പര്യമുണ്ടായിരുന്ന കരപ്പുറത്ത് ഈ വിദേശികളുടെ ആധിപത്യത്തോടു കൂടി അതൊരു ക്രിസ്ത്യൻ അടിത്തറയിലുള്ള ഒരു മണ്ണായിട്ട് മാറുന്നു. പിന്നീട് പുന്നപ്പുറ വയലാർ സമരത്തോടു കൂടി അതൊരു കമ്മ്യൂണിസ്റ്റ് അടിത്തറ കൂടി അതിന് വരുന്നു. അപ്പോൾ എൻ്റെ തീരദേശം കരപ്പുറം എന്ന് പറയുന്ന തീരദേശത്തിൻ്റെ ഒരു രാഷ്ട്രീയ ഭൂമിക എന്ന് പറയുന്നത് ക്രിസ്തീയതയും കമ്മ്യൂണിസവും ചേർന്ന് നിന്ന് ഉള്ള ഒരു വളക്കൂറുള്ളൊരു മണ്ണിലാണ് ഞാൻ വളരുന്നത്. ആ ഒരു മണ്ണിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് എൻ്റെ രചനകളിൽ, വിശിഷ്യ ആദ്യകാല രചനകളിൽ, നിങ്ങൾക്കറിയാം ഏതൊരു എഴുത്തുകാരനെ എടുത്തു നോക്കിയാലും, ഇപ്പോൾ മുകുന്ദേട്ടനെ എടുത്തു നോക്കിയാലും MD എടുത്തു നോക്കിയാലും OV വിജയനെ എടുത്തു നോക്കിയാലും അവരുടെ പ്രത്യേകിച്ച് ആദ്യകാല രചനകൾ അവരുടെ പ്രാദേശികതയോട് ചേർന്ന്, അവർ ജനിച്ച മണ്ണിനോട് ചേർന്ന്, അല്ലെങ്കിൽ അവർ തൊഴിൽപരമായി എവിടെയെങ്കിലും ചേക്കേറിയിട്ടുണ്ടെങ്കിൽ, ഡൽഹി പോലുള്ള സ്ഥലങ്ങളിൽ ചേക്കേറിയിട്ടുണ്ടെങ്കിൽ ആ മണ്ണിനെക്കുറിച്ച്, അതായത് അവരോട് ചേർന്ന് നിൽക്കുന്ന ഒരു മണ്ണിനെക്കുറിച്ചായിരിക്കും അവർ പറയുന്നത്. അത്തരത്തിൽ എൻ്റെ ഒരു കടപ്പുറം എന്ന് പറയുന്ന തീരദേശ മണ്ണിനോട് ചേർന്ന് നിന്നിട്ടാണ് ഞാൻ എൻ്റെ ആദ്യകാല രചനകൾ എഴുതിയിട്ടുള്ളത്. ഈ ഒരു മണ്ണാണ് എനിക്ക് വളമായിട്ട് മാറിയത്. ഇനി വേരിനെ കുറിച്ച് ഞാനിങ്ങനെ ആലോചിക്കും. ഈ വേര്, അതായത് ഒരു ലളിതമായ ഭാഷയിലാണ് ഞാൻ എഴുതുന്നത്. കഴിവതും സംസ്കൃത പദങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു വ്യവഹാര ഭാഷയിൽ, എൻ്റെ നാട്ടിലെ തീരദേശ ഗ്രാമത്തിലെ ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷയിലുള്ള പദങ്ങൾ, കച്ചാൻ കാറ്റ്, ഒടിച്ചുകുത്തി, യാവന, അങ്ങനെയൊക്കെയുള്ള എൻ്റെ നാട്ടിൽ പറയുന്ന പദങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ആദ്യകാല രചനകൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കുറേ പോർച്ചുഗീസ് പദങ്ങൾ, സുറിയാനി പദങ്ങൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, ലത്തീൻ ഭാഷയിലുള്ള പ്രാർത്ഥനകൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വേരെവിടെയാണെന്ന് ഞാൻ അന്വേഷിച്ചു. ഇത് വേര് കണ്ടെത്തിയിട്ടല്ല ഞാൻ എഴുതിയത്. ഇപ്പോൾ ഇവിടെ ഈ വിഷയം അവതരിപ്പിക്കേണ്ടോ അതിൻ്റെ വേരെവിടെയാണെന്ന് ഞാനിങ്ങനെ ആലോചിച്ച് പോയിട്ട്, അപ്പോൾ അപ്പോഴാണ് ഈ പഴയ ചരിത്രം കാര്യങ്ങൾ വായിക്കാൻ നേരത്ത് 400 വർഷത്തിന് മുമ്പ് എറണാകുളം ജില്ലയിലെ
ഉദയംപേരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സുനഹദോസ് കൂടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഉദയംപേരൂർ സുനഹദോസ് എന്നാണ് അതിൻ്റെ പേര്. അത് ഒരു പറങ്കിയായ ഒരു മെത്രാപ്പോലിത്ത മെനിസിസ് അലക്സൻ എനിക്ക് ആ പേരിപ്പോൾ ഓർമ്മയില്ല, അദ്ദേഹമായിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. കൊച്ചിയിലെ പള്ളുരുത്തിക്കാരനായ ഒരു പാതിരിയാണ് അതിൻ്റെ സ്റ്റെനോഗ്രാഫർ. അതായത് ആ ഒരു പള്ളിയുടെ സിനഡിൻ്റെ നടപടിക്രമങ്ങളാണ് സുനഹദോസിൻ്റെ കാനോനകളായിട്ട് എഴുതിയിരുന്നത്. അതിൻ്റെ ഒരു പകർപ്പെഴുത്ത് നടത്തിയത് ഈ പള്ളുരുത്തിക്കാരനായ ഒരു കത്തനാൻ യാക്കോബ് ആണെന്ന് അദ്ദേഹത്തിൻ്റെ പേരെന്നാണ് എൻ്റെ ഓർമ്മ, ഇപ്പം മറന്നുപോയി. അപ്പം അദ്ദേഹം ആ ഒരു പ്രാദേശികതയിൽ, കൊച്ചിയുടെയും ഒരു കരപ്പുറത്തിൻ്റെയും ഒരു പ്രാദേശികതയിൽ നിന്നാണ് അദ്ദേഹം അത് രചിച്ചത്. ഈ ഉദയംപേരൂർ ഒരു മിനിറ്റേ ഉള്ളൂ കേട്ടോ, ഒരു 3 മിനിറ്റ് കൂടെ എനിക്ക് തരണേ. ഉദയംപേരൂർ സുനഹദോസിൻ്റെ കാനോനുകൾ പഠിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാകും. അതൊരു ദ്രാവിഡ പാരമ്പര്യത്തിൽ എഴുതിയിട്ടുള്ളതാണ്. അതിനകത്ത് കൂടുതലും അത് ഒരു ദ്രാവിഡ വാക്യ ഘടനയിലാണ് അത് എഴുതിയിട്ടുള്ളത്. അതിൻ്റെ നമ്മൾ കാനോനുകൾ വായിക്കുമ്പോൾ വായിക്കാൻ എളുപ്പമാണ് കേട്ടോ. കാനോനുകൾ ഈ സംസ്കൃത മലയാളം വായിക്കുന്നത് പോലെ ഈ ബുദ്ധിമുട്ടില്ല, നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. അത്ര ചെറിയ വാക്കുകളിലാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ലിപിയിലുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് എ ഓ എന്നുള്ള ആ ദീർഘസ്വരമെല്ലാം ഹ്രസ്വ സ്വരത്തിലാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അതിൽ കൂടുതലും പിന്നെ പോർച്ചുഗീസ് സുറിയാനി പദങ്ങളാണ് അതിനകത്ത് കൂടുതലും. ഒരുപാട് പദങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ എൻ്റെ വേര് ഇവിടെയാണ് കിടക്കുന്നതെന്ന് എനിക്ക് തോന്നും. ഞാനും ഇതുപോലെ തന്നെയാണ്. വലിയ ഒരു കഠിനമായ പദങ്ങളെല്ലാം വിട്ടിട്ട് എൻ്റെ നാട്ടുപദങ്ങളൊക്കെ ചേർത്തിട്ടാണ് ഞാനിത് എഴുതിയിട്ടുള്ളത്. ഈ ഉദയംപേരൂർ സുനഹദോസ് കാനോന തൊട്ടാണ് മലയാള ഗദ്യരചന രീതിയിൽ ഒരു പാരമ്പര്യമായിട്ട് തുടർന്നു വന്ന ഒരു സംസ്കൃത ഭാഷയിലുള്ള മലയാളം ശ്രേഷ്ഠമായി കാണുകയും അറിവിൻ്റെയും പാണ്ഡിത്യത്തിൻ്റെയും ഉറവിടവുമായി കരുതുകയും ചെയ്തിരുന്നൊരു കാലഘട്ടത്തിലാണ് ഉദയംപേരൂർ സുനഹദോസിൻ്റെ കാനോനികൾ എഴുതിയതെന്ന് നിങ്ങൾ ഓർക്കണം. അതിനു മുമ്പ് ഈ ഉദയംപേരൂർ സുനഹദോസിൻ്റെ കാനോനികളുടെ ഗദ്യരൂപത്തിന് മുൻ മാതൃകകളൊന്നുമില്ലായിരുന്നു. ആദ്യമായിട്ടാണ് അത്തരം ഒരു മാതൃക വരുന്നത്. ആ ഒരു മാതൃകയെ സ്വീകരിക്കാനായിട്ട് മലയാളത്തിലെ സവർണ മലയാളത്തെ ഭരിച്ചുകൊണ്ടിരുന്നവർക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നി. സംസ്കൃതപരമായിട്ടുള്ള മലയാളമാണ് ശ്രേഷ്ഠവുമെന്നാണ്, അതാണ് ശ്രേഷ്ഠ ഭാഷയെന്ന് അവർ കരുതിയത് കൊണ്ട് അവർ ഈ സുനഹദോസിൻ്റെ കാനോനികയിലെ ഭാഷയെ ഒരു പദം ഉപയോഗിച്ചിട്ട് വിളിക്കുന്നുണ്ട്. അതിൻ്റെ പേര് പാതിരി മലയാളം എന്നാണ്. അത് കളിയാക്കി വിളിക്കുന്നതാണ്, പാതിരി മലയാളം എന്ന് പറഞ്ഞ്. അപ്പോൾ ഈ പാതിരി മലയാളം എന്ന് പറഞ്ഞ് അവർ കളിയാക്കി വിളിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് പഠിക്കുമ്പോൾ ഉദയംപേരൂർ സുനഹദോസിലെ കാനോനുകളുടെ ഗദ്യരൂപം വന്നതിന് ശേഷമുള്ള പിൽക്കാലത്ത് രാജാക്കന്മാരും മാടമ്പിമാരും ഇറക്കിയിട്ടുള്ള ഈ താമരപത്രങ്ങളും അവരുടെ ഈ ഉത്തരവുകളുമൊക്കെ പരിശോധിക്കുക. ഉദയംപേരൂർ സുനഹദോസ് കാനോനുകൾക്ക് മുമ്പുള്ള ഗദ്യരൂപം നമ്മൾ പരിശോധിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഉദയംപേരൂർ സുനഹദോസിലെ കാനോനുകളുടെ സ്വാധീനം മലയാള ഗദ്യരചന ശൈലിയെ ഒരുപാട് മാറ്റിയിട്ടുണ്ട്. അത്തരം ഒരു ഗദ്യരചന ശൈലിയാണ് എൻ്റെ വേര്. അത് പറയാൻ വേണ്ടിയാണ്. അതങ്ങനെ പറയുന്നതിൽ എനിക്കൊരു അഭിമാനമുണ്ട്. ഞാൻ തീരദേശത്തിൻ്റെ എഴുത്തുകാരൻ എന്നുള്ള ഒരു ലേബൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ വളരെ കുറച്ച് 3-4 കഥകളും അശരണ സുവിശേഷം എന്ന് പറയുന്ന ഒരു നോവലും ഇപ്പോൾ ഇറങ്ങിയ മുടിയറകളിലെ ആദ്യത്തെ ചില ഭാഗങ്ങളുമാണ് ഈ തീരം മാത്രം ഞാൻ എഴുതിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഞാൻ തീരത്തെക്കാട് കൂടുതലായിട്ട് എഴുതിയിട്ടുള്ളത് മറ്റ് മേഖലകളിലാണെങ്കിൽ പോലും ഒരു തീരദേശ എഴുത്തുകാരൻ, പ്രത്യേകിച്ച് തീരദേശത്തുനിന്ന് വരുന്ന ഒരു എഴുത്തുകാരൻ എന്നുള്ളൊരു ലേബൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതൊരിക്കലും എനിക്കൊരു ഭാരമല്ല. അങ്ങനെ അറിയപ്പെടുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. തീരദേശത്തിൻ്റെ ഒരു എഴുത്തുകാരൻ എന്ന് പറയുന്നതിന് എനിക്ക് യാതൊരുവിധ ലജ്ജയുമില്ല. ഞാൻ അതിൽ അഭിമാനിക്കുന്ന ഒരാളാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ചുരുക്കാം. ഞാൻ ഇതിനു മുമ്പ് കോഴിക്കോട് വരുമ്പോൾ ഈ വരേണ്യ ഭാഷയെ ഞാൻ വല്ലാണ്ട് ആക്രമിക്കാറുണ്ടായിരുന്നു. എൻ്റെ ഇത് നാട്ടുമൊഴികളുള്ള ദ്രാവിഡ ഭാഷയുടെ കൈവഴിയിലുള്ള ഭാഷയാണ് ശ്രേഷ്ഠം, ഈ ആര്യഭാഷ ആർക്കും മനസ്സിലാകാത്തതാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ എല്ലാവരോടും അതിന് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. അതെൻ്റെ ഒരു തെറ്റായ ഒരു ധാരണയായിരുന്നു, തെറ്റായ ഒരു നിഗമനമായിരുന്നു. കാരണം എല്ലാ ഭാഷയും മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷകൾ തന്നെയാണ്. ആര്യഭാഷയിൽ നിന്നും
വരേണ്യ ഭാഷയിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സ്വീകരിക്കാനുണ്ട്. ഞാൻ ഈ ആര്യ ഭാഷയിൽ സംസ്കൃത ഭാഷയുടെ സ്വാധീനമുള്ള മലയാള ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ എനിക്ക് ഇപ്പോഴെന്തോരം ഉണർവുണ്ടാകുന്നു. എൻ്റെ അറിവില്ലായ്മയുടെ കാലത്താണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അത്തരം രീതിയിലൊരു ആർഗ്യുമെൻ്റ് വെച്ചത്. ഞാനത് പിൻവലിക്കുകയാണ്. എനിക്കൊറ്റ കാര്യത്തിൽ മാത്രമേ വിയോജിപ്പുള്ളൂ. ശ്രേഷ്ഠ ഭാഷ എന്ന് പറയുന്നത് സംസ്കൃതം കലർന്ന ഭാഷ മാത്രമാണ് എന്ന് നിങ്ങൾ പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പില്ല. ശ്രേഷ്ഠ ഭാഷ എന്ന് പറഞ്ഞ് മലയാളത്തെ ശ്രേഷ്ഠ ഭാഷയാക്കാൻ പോകുമ്പോൾ അതിലേക്ക് എടുത്തു വയ്ക്കുന്ന ഓഫീസ് തലത്തിലാണെങ്കിലും സർക്കാർ തലത്തിലൊക്കെ ആണെങ്കിലും എടുത്തു വയ്ക്കുന്ന പദങ്ങൾ എന്ന് പറയുന്നത് മുഴുവൻ സംസ്കൃത ചായവുള്ളതാണ്. അങ്ങനെ ചെയ്യരുത്. ശ്രേഷ്ഠ ഭാഷ എന്ന് പറയുന്നത് എല്ലാ ഭാഷകളുടെയും ആകത്തുകയാണ്. അതെല്ലാ ഭാഷകളും ശ്രേഷ്ഠമാണ്. എങ്കിൽ പോലും ഒരു തീരത്തിൻ്റെ ഒരു മകനെന്ന നിലയിൽ എനിക്ക് ആ ഉപ്പ് കലർന്ന നെയ്തൽ മണ്ണിനോടൊരു പ്രണയമുണ്ട്. അതുകൊണ്ട് ഞാനൊരു തീരത്തിൻ്റെ ഭാഷയുടെ ഒരു എഴുത്തുകാരനാണെന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. ആ ഭാഷയോട് ഒരല്പം കൂടുതൽ സ്നേഹം എനിക്കുണ്ടെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സമയം കുറവാണ്. മലയാള കഥയുടെ ഒരു വലിയ തലമുറ ഇവിടെയും അവിടെയും ഒക്കെയായി മലയാള സാഹിത്യത്തിൻ്റെ തന്നെ മുമ്പിൽ മുകുന്ദേട്ടനുണ്ട്, അവിടെ റോസ്മേരി ചേച്ചിയുണ്ട്, സുസ്മേഷ് ചന്ദ്രോത്തുണ്ട്, ശ്രീജിത്ത് വന്നോളിയുണ്ട്. അങ്ങനെ കഥയുടെയും സാഹിത്യത്തിൻ്റെയും ഒക്കെ വലിയ തലമുറ ഇവിടെയും അവിടെയും ഒക്കെയായി ഇരിക്കുന്നതിൻ്റെ സന്തോഷം ഈ സെഷനുണ്ട്. എല്ലാവരും തൻ്റെ കഥയുടെ പേരും വളവും വളരെ എളുപ്പം നമ്മളോട് പറഞ്ഞ് വെക്കുകയായിരുന്നു. ഗോദാർദിൻ്റെ സിനിമയെക്കുറിച്ചുള്ള ഒരു നിരീക്ഷണമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട സിനിമ മിനിമം നിങ്ങൾക്കെങ്കിലും പ്രിയപ്പെട്ട സിനിമ ആയിരിക്കണം. അങ്ങനെയെങ്കിൽ ആ സിനിമ പുറത്തു വന്നതിന് ശേഷം ഒരാൾക്കും ആ സിനിമ ഇഷ്ടമായില്ല എന്ന് പറയേണ്ട ഗതികേടുണ്ടാവില്ല. നിങ്ങൾ ഒരാളെങ്കിലും അത് ഇഷ്ടപ്പെട്ട ആളായി ഉണ്ടാവുമെന്ന്. ഒരുപക്ഷെ ആ മാതൃകയാണ് കഥയെഴുത്തുകാരും പിന്തുടരുന്നത്. ഞാൻ ഒരാൾക്കെങ്കിലും ഇതിനോട് വലിയ പ്രിയമുണ്ട് എന്ന തോന്നലിലാണ് ഓരോ കഥയും നമ്മളുടെ മുമ്പിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ കഥ ഒരാൾക്കും ഇഷ്ടപ്പെടാത്ത കഥയാവില്ല എന്ന പൂർണ്ണ ബോധ്യമാണ് ആ കഥ വായനക്കാരന് മുമ്പിലേക്ക് സമർപ്പിക്കുന്ന കാലത്ത് ഇവരുടെ ഉള്ളിലുണ്ടായിരുന്നത് എന്നാണ് ഇവർ ഓരോരുത്തരും പല ഭാഷകളിലായി നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. ഇനി നമ്മളുടെ മുമ്പിൽ ഒരു 5-6 മിനിറ്റ് സമയം ബാക്കിയുണ്ട്. എളുപ്പം നിങ്ങളിലേക്ക് വരാം. വളരെ ക്രിസ്പായി ചോദ്യം ചോദിക്കണം. അത് നമ്മളുടെ സമയപരിമിതി കൊണ്ട് മാത്രമാണ് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മൈക്ക് ഓഡിയൻസിലേക്ക് കൊടുക്കാം. വളരെ പ്രിയപ്പെട്ട എഴുത്തുകാരാണ് മുന്നിലിരിക്കുന്നത്. എല്ലാവരും മലയാളികളെ ഏറെ സ്നേഹിക്കുന്നവരാണ്, രജീഷൊക്കെ പറഞ്ഞതുപോലെ. എൻ്റെ ചോദ്യം ഇപ്പോൾ PF മാത്യു സാറിനോടാണ്. സാറിൻ്റെ ഇന്നൊരു പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്തുകൊണ്ടാണ്. അതിൻ്റെ പശ്ചാത്തലവും അതിൻ്റെ ഒരു ചുരുങ്ങിയ വിവരണവും ഈ വായനക്കാർക്ക് വേണ്ടിയിട്ട് ഒന്ന് പറയാമോ? എന്നാൽ വാങ്ങുന്നവർക്ക് അതൊരു സഹായമാവും. താങ്ക് യു. ഈയിടെ വിമാനാപകടത്തിൽ 50 വർഷം മുമ്പ് കാണാതായ തോമസ് ചെറിയൻ്റെ മൃതശരീരം ഈയിടെ കണ്ടെടുത്തു. ഈ 50 വർഷം അദ്ദേഹം ഇല്ലായിരുന്നു. ജഡം കാണാത്ത ഒരാളെ നമ്മൾ മരിച്ചയാൾ എന്ന് പറയില്ല. കാണാനില്ല, അപ്രത്യക്ഷനായി, അത്രയേ ഉള്ളൂ. അതുപോലെ രാജൻ, അടിയന്തരാവസ്ഥക്കാലത്തെ രാജൻ, അദ്ദേഹവും മരിച്ചതായി തെളിവില്ല, കാണാനില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ജനനത്തിനും മരണത്തിനും ഇടയിൽ ഒരവസ്ഥ കൂടിയുണ്ട്, കാണായ്മ എന്നാണ് ആ അവസ്ഥയെ ഞാൻ പേരിട്ട് വിളിക്കുന്നത്. അത്തരം കാണായ്മകളിലൂടെ ഒരു ലോക്കൽ പത്രത്തിൻ്റെ ഒരു ലേഖകൻ നടത്തുന്ന ഒരു അന്വേഷണമാണ് ഇതിൻ്റെ പ്രധാന ആശയം, കേന്ദ്ര ബിന്ദു. അതിന് അരികിലായിട്ട് പുരുഷ ശരീരത്തിനും സ്ത്രീ ശരീരത്തിനും ഇടയിലൂടെ സഞ്ചരിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. ട്രാൻസ് എന്നൊന്നും പേരിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പുരുഷനാകാനും സ്ത്രീയാകാനും അനന്തമായ സാധ്യതകളുള്ള ഒരു കഥാപാത്രമുണ്ട്. ഈ 2 വിഷയങ്ങളാണ്, ഈ ലിംഗ വൈവിധ്യങ്ങളിലൂടെ ജീവിക്കാനുള്ള കഴിവും ഈ കാണായ്മയും തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഈ നോവലിലൂടെ നടത്തിയിരിക്കുന്നത്. നമസ്കാരം. മാഷിനോട് മാത്യു സാറിനോട് ചോദിക്കുന്നത്, അപ്പോൾ ഈ ചെറുകഥയും നോവലും രണ്ടിലേക്കും 2 ഭാഷയുടെ 2 ഘട്ടമുണ്ടല്ലോ. അപ്പോൾ ഇതിലേക്ക് ഈ ചെറുകഥയിൽ നിന്നും നോവലിലേക്കുള്ളൊരു മാറ്റം അങ്ങനെ ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ മൂങ്ങയ്ക്കകത്തുള്ള 3 കുമ്പസാരങ്ങളും കാണായ്മയും വെച്ചിട്ട് പറഞ്ഞാലും മതി. ഈ ചെറുകഥയിൽ നിന്നും നോവലിലേക്കൊരു എഴുത്തുകാരൻ എഴുതി മാറുന്ന അല്ലെങ്കിൽ ആ സമയത്തുണ്ടാകുന്നൊരു മാറ്റം എന്തായിരിക്കും, രചനാ രീതിയിലുണ്ടാകുന്ന മാറ്റം?
മലയാളത്തിൽ പൊതുവേ എൻ്റെ മുൻ തലമുറകളെല്ലാം ചെയ്തു വന്നിരിക്കുന്ന ഒരു രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ചെറുകഥകൾ എഴുതുകയും അതിൽ നിന്ന് സ്വാഭാവികമായിട്ട് നോവലിലേക്ക് പോവുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം നോവൽ എഴുതാനായിരുന്നു എല്ലാ കാലത്തും. നോവലാണ് എൻ്റെ മാധ്യമം എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. ഇപ്പോൾ തിരക്കഥ എഴുതുമ്പോൾ പോലും അത് നോവലാക്കിയാൽ മതിയായിരുന്നു എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറയുന്നൊരു തിരക്കഥ ഞാൻ എഴുതി ലിജോയ്ക്ക് വേണ്ടിയിട്ട്. അത് നോവലാക്കുകയായിരുന്നു വേണ്ടത് എന്നുള്ളൊരു നിരാശ അത് എഴുതുമ്പോൾ മുഴുവൻ എന്നിലുണ്ടായിരുന്നു. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ ചെറുകഥ എൻ്റെ ഒരു ശക്തമായ ഒരു കഴിവായിട്ട് ഞാൻ കാണുന്നില്ല. എൻ്റെ ഒരു ശക്തിയല്ല ചെറുകഥ, നോവലാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാധ്യമം. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും നോവലിലേക്ക് പരിണമിപ്പിക്കുവാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതായത് ഇപ്പോൾ എന്താ പറയുക, ഇൻ സെർച്ച് ഓഫ് ലോസ്റ്റ് ടൈമിലൊക്കെ പ്രൂസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. അണ്ടകടാഹം തകർക്കുന്ന നാടകമൊന്നും വേണ്ട. അപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കൊണ്ട് വിവരിച്ചാണ് അത് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ വൈക്കം മുഹമ്മദ് ബഷീർ നല്ലൊരു മാതൃകയാണ് നമുക്ക്. എല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. മാന്ത്രിക പൂച്ചയിൽ അദ്ദേഹം ഈ വിശ്വസാഹിത്യകാരൻ വലിയൊരു കഥ എഴുതാനിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹം ഒരു വരി എഴുതുന്നില്ല. എഴുതുന്നത് മുഴുവനും അയലത്തെ സ്ത്രീകളുടെ പരദൂഷണവും മുറ്റത്തൂടി അലയുന്ന കോഴിയുടെ ചെനക്കലും ഒക്കെയാണ് എഴുതുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എഴുത്ത്, അതായത് ഈ നറേഷൻ തന്നെ ഒരു മാധ്യമമായിട്ട് തീരുന്നത്, നോവൽ തന്നെ ഒരു മാധ്യമമായിട്ട് തീരുന്ന ഒരു രീതിയിലേക്ക് എത്താനാണ് എൻ്റെ ആഗ്രഹം. അവിടെ എത്തിയോന്ന് എനിക്കറിയില്ല. ഫ്രാൻസിസ് നൊറോണയോടാണ് ഒരു ചോദ്യം. ഈ ഭാഷാഭൂഷണിയിൽ ഇപ്പോൾ അടുത്ത് പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്ന ഗോപ്യം നല്ല നോവലാണ്, നല്ല രസമുണ്ട്. ഈ പറഞ്ഞ പോലെ ലളിതമായ ഭാഷയും നല്ല ജീവിത നിരീക്ഷണങ്ങളും നല്ല ഇഷ്ടം തോന്നി. അപ്പം അതിൻ്റെ ഒരു പശ്ചാത്തലം, സമയക്കുറവുണ്ട് എന്നാലും അത് രചിക്കാനിടയായിട്ടുള്ളൊരു സാഹചര്യം നമ്മുടെ വിദ്യാഭ്യാസ കച്ചവടമാണോ ആത്മീയ കച്ചവടമാണോ വരാനിരിക്കുന്നേ ഉള്ളൂ? ഒരു ചെറിയൊരു ഭാഗം വായിച്ചിട്ട് ചോദിക്കുക. ഗോപ്യം എന്ന് പറയുന്നത് ആ പേരിൽ തന്നെ ഒരു ഗോപ്യമാണ്. അത് നോവലിലൂടെയാണ് അത് മുഴുവൻ വെളിപ്പെടുന്നത്. എങ്കിൽ പോലും മനുഷ്യ ജീവിതത്തിൻ്റെ അടരുകൾ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഒരു ജീവിതത്തിൻ്റെ അടരുകൾ പറയാനായിട്ടാണ് ഞാൻ ശ്രമിച്ചത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ബുദ്ധിമുട്ടി എഴുതിയ ഒരു നോവലാണ്. കാര്യം സ്ത്രീകളുടെ ഒരു സൈക്കോളജി അല്ലെങ്കിൽ അവരുടെ ഒരു സ്വഭാവ സവിശേഷത, അവരുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഒരു ഉൾക്കനങ്ങൾ, അതൊക്കെ നമ്മൾക്ക് പറയുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പുരുഷൻ എന്ന നിലയിൽ ഞാൻ നേരിട്ടൊരു വെല്ലുവിളിയാണ്. അത് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ആദ്യ ഭാഗം ഭാഷാഭൂഷണിയിൽ വന്നപ്പോൾ തന്നെ നിരവധി ആളുകൾ എന്നെ വിളിക്കുന്നുണ്ട്. അപ്പം ഇപ്പോൾ രണ്ടാം ഭാഗത്തോടു കൂടി അത് പൂർണ്ണമായി. തീർച്ചയായിട്ടും അതൊരു നല്ല നോവലെന്ന് പറഞ്ഞ് കേൾക്കുന്നതിലൊരു സന്തോഷം. അത്രയേറെ അധ്വാനവും അത്രയേറെ ഹോംവർക്കുകൾ കൂടെ ചെയ്ത ഒരു നോവലാണ്. ഗോപ്യം എന്ന് പറയുന്ന പേരിൻ്റെ ഇത് നിങ്ങളുടെ വായനക്കാരൻ്റെ ആ നോവലിൻ്റെ അവസാന വാചകം വരെ ഞാൻ കൊണ്ടുചെന്ന് എത്തിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം വിജയിച്ചിട്ടുണ്ടെന്നുള്ളത് വായനക്കാരാണ് പറയേണ്ടത്. താങ്ക് യു. നന്ദി.